السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിത സഹോദരങ്ങളെ, കിതാബുൽ ജനായിസ് പാർട്ട് 10 മയ്യത്ത് കുളിയുടെ സുന്നത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാത്രങ്ങളുടെ എണ്ണം വയുസ്തഹബ്ബു അൻ യകൂന മഅൽ ഗാസിലി സലാസത്തു ആനിയത്തി, കുളിപ്പിക്കുന്ന ആളോടുകൂടെ 3 പാത്രം ഉണ്ടാവൽ സുന്നത്താണ്. ഇനാഉൻ കബീറുൻ, വലിയൊരു പാത്രം, ജാടി പോലെ ഒരു വലിയ പാത്രം. വയകൂനു ഫീഹിൽ മാഉ ബിൽ ബുഇദി അൻഹു, ആ വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കുക അല്പം അകലെയായി മയ്യത്തിനെ തൊട്ട്. ലി അല്ലാ യതതായറ ഇലൈഹി ശൈഉം മിനൻ നജാസത്തി ഇൻ കാന ഹുനാക, ഐ ഖരീബൻ മിനൻ നജാസത്തിൽ ഹാസിലത്തി മിൻ ഫളലാത്തിൽ മയ്യത്തി, മയ്യത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വല്ല അശണ്ടകളും അവിടെ അടുത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് തെറിച്ചു വല്ലതും ഈ വെള്ളത്തിലേക്ക് പാറി വരാൻ ഇടയുണ്ട്. അതല്ലെങ്കിൽ വയംബഗി ഇബ്ആദു ഇനാഇൽ മാഇ അൻ റശാശിഹി, തെറിക്കലിനെ തൊട്ട് വെള്ളപാത്രത്തെ അകറ്റി വെക്കൽ അത്യാവശ്യമാണ്. ഈ കുളിപ്പിക്കുന്ന വെള്ളം അതിലേക്ക് നജസല്ലാത്ത വെള്ളമാണെങ്കിൽ പോലും അതിലേക്ക് ആവും, അത് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നുകിൽ നജസ് ആയിട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ മുസ്തഅമലായ വെള്ളം അതിലേക്കായിട്ടോ ആ വെള്ളത്തിന് ഒരു പ്രശ്നം വരും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അകറ്റി വെക്കുക. വേറെ 2 പാത്രം എന്ന് പറയുന്നത് വയുദ്ദ മഅഹു ഇനാഅൈനി ആഖറൈനി സഗീറൻ വ മുതവസ്സിത, വലിയ പാത്രത്തിൻ്റെ പുറമെ വേറെ 2 പാത്രവും കൂടി, ഒന്ന് ചെറിയ പാത്രം, മറ്റൊന്ന് ഒരു മുതവസ്സിത്ത്, ഒരു മധ്യ നിലയിലുള്ള പാത്രം. അത് ഈ ചെറിയ പാത്രം കുളിപ്പിക്കുന്ന ആളുടെ അടുത്താണ് വേണ്ടത്. പിന്നെയുള്ള മുതവസ്സിത്തായ പാത്രം അത് ഈ സഹായിയുടെ കയ്യിലാണ്. വലിയ പാത്രത്തിൽ നിന്ന് ആ വെള്ളം കോരിയെടുക്കുക, എന്നിട്ട് മയ്യത്തിൻ്റെ അടുത്തുള്ള കുളിപ്പിക്കുന്ന ആളുടെ അടുത്തുള്ള ചെറിയ പാത്രത്തിലേക്ക് ചൊരിച്ചു കൊടുക്കുക. അദ്ദേഹം അത് മയ്യത്തിൻ്റെ മേൽ പാരാലോ. അപ്പോൾ ചെറിയ പാത്രം കൊണ്ട് വെള്ളം കോരിയെടുക്കുക വലിയ പാത്രത്തിൽ നിന്ന്. യഗ്രിഫു ബിസ്സഗീരി മിനൽ കബീരി വയസുബ്ബുഹു ഫിൽ മുതവസ്സിത്തി, ആ മധ്യ വലിപ്പത്തിലുള്ള പാത്രത്തിലേക്ക് എന്നിട്ട് ചൊരിക്കുക. സുമ്മ യഗ്സിലു ബിൽ മുതവസ്സിത്തി, ആ മധ്യ വലിപ്പത്തിലുള്ള പാത്രം കൊണ്ടാണ് പിന്നെ കുളിപ്പിക്കുക. ഈ രീതിയിലാണ് വേണ്ടത്. അൽ ബയാൻ 3-ാം വാള്യം 28, തുഹ്ഫ ഷർവാനി സഹിതം 3-101. വൽ തകുനിൽ മിജ്മറത്തു ഫായിഹത്ത ത്വീബി മിൻ അവലി വദിഇഹി
അലൽ മുഗ്തസലി ബൽ ഹീന മൗതിഹി ഇലന്തിഹാഇഹി. പുകപ്പിക്കുന്ന പാത്രം, അതിൽ നിന്ന് നല്ല സുഗന്ധ വാസന അടിച്ചു വീശുന്ന രീതിയിൽ മയ്യത്തിനെ കുളിപ്പിക്കുന്ന സ്ഥലത്ത് വെക്കുമ്പോൾ മാത്രമല്ല, മരണം മുതൽക്ക് തന്നെ കുളി അവസാനിക്കുന്നത് വരെ ഉണ്ടാവണം. ഈ പുകക്കുന്ന ഒരു പാത്രം, അതിൽ നിന്ന് സുഗന്ധവാസന ഇങ്ങനെ അടിച്ചു വീശണം. മരണം നടന്ന് കുളി കഴിയുന്നത് വരെയും അങ്ങനെ വേണം. വലൗ മുഹരിമൻ ഔ ഖാലിയ. ഈ മയ്യത്ത് മുഹരിമായ മയ്യത്താണെങ്കിലും അതൊന്നുമില്ലാത്ത മയ്യത്താണെങ്കിലും വഫീ ഖല്ലൂബി ഇലാ ദഫിനിഹി, മറമാടുന്നത് വരേക്കും വേണം എന്ന് കാണാം. ലിഅന്നൽ മലായികത തഹ്ളുറു ഇൻദൽ മയ്യിത്ത്. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായികത്ത് മയ്യത്തിൻ്റെ അടുക്കൽ ഹാജരാകും. ഫതൻസിലു റഹ്മത്തു ഇൻദഹും, അവരുള്ള സമയത്ത് അള്ളാഹിൻ്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങും. ഈ മലക്കുകൾ വഹും യതഅദ്ദൗന ബിർറായിഹത്തിൽ ഖബീസത്തി, അവര് മോശമായ വാസന വരുമ്പോൾ അതുകൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് മലക്കുകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം ഇല്ലാതിരിക്കാൻ മലക്കുകളുടെ സാന്നിധ്യം ഉടനീളം ഉണ്ടാവാൻ ഇങ്ങനെ ഈ പുകപ്പിച്ചു കൊണ്ടേ ഇരിക്കണം, സുഗന്ധവാസന വന്നുകൊണ്ടേ ഇരിക്കണം. തുഹ്ഫ 3:101, അതുപോലെ തന്നെ തർശീഹ് കല്ലൂബി ജമല് 2:145. കുളിയുടെ തുടക്കത്തിലേക്ക് നീങ്ങുമ്പോൾ സാധാരണ ചില ആളുകൾ ഒന്നിച്ച് വെള്ളം ഒഴിക്കും ആദ്യം തന്നെ. അങ്ങനെ ഒഴിക്കാതിരിക്കലാണ് നല്ലത്. വയുന്തബു അല്ലാ യുഫീദൽ മാഅ അലാ ബദനിഹി ഇല്ലാ ബഅദ ഇസാലത്തിൻ നജാസത്തി. മയ്യത്തിൽ നിന്ന് നജാസത്തിനെ നീക്കിയ ശേഷമല്ലാതെ ആ ശരീരത്തിൻ്റെ മേൽ വെള്ളം ചൊരിക്കാതിരിക്കൽ സുന്നത്താണ്. ശറഹ് ബാഫദിൽ 3:103. കുളിപ്പിക്കാൻ നിയ്യത്ത് വേണോ? വലാ തജിബു ലിസിഹത്തിൽ ഗുസ്ലി നിയ്യത്തുൽ ഗാസിലി ഫിൽ അസഹി. കുളി ശരിയാകാൻ കുളിപ്പിക്കുന്ന ആൾ നിയ്യത്ത് ചെയ്യൽ നിർബന്ധം ഇല്ല. ഫിൽ അസഹി, അസഹായ വീക്ഷണമനുസരിച്ച്. ഫയക്ഫി ഗുസ്ലുൽ കാഫിരി ലഹു, ഗസ്ലുൽ കാഫിരി ലഹു. അപ്പോൾ ഒരു അവിശ്വാസി ഈ മയ്യത്തിനെ കുളിപ്പിച്ചാലും മതി. ലിഹുസൂലിൽ മഖ്സൂദി മിൻ ഗുസ്ലിഹി, കാരണം അവനെ കുളിപ്പിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അവിശ്വാസി കുളിപ്പിച്ചാലും കരസ്ഥമാകും. അതേതാ ഉദ്ദേശം? വഹുവൻ നളാഫത്തു, മയ്യത്ത് ശുദ്ധിയുള്ളതായിരിക്കുക എന്നതാണ്. ആ ശുദ്ധീകരണം ആര് കുളിപ്പിച്ചാലും ലഭിക്കും. വൈലം യൻവി, നീയത്ത് ചെയ്തിട്ടില്ലെങ്കിലും കുളിപ്പിക്കുന്നവൻ. അസഹിന്റെ മുക്കാബല പറയുന്നത് തജിബു എന്ന നീയത്ത് നിർബന്ധാണ്. ലഅന്ന ഗസ്ലഹു വാജിബുൻ, കുളിപ്പിക്കൽ നിർബന്ധാണല്ലോ. ഫഫ്തഖറ ഇലാ നീയത്തിൻ, അപ്പോൾ അത് നീയത്തിലേക്ക് ആവശ്യമാണ്. ഗുസ്ലിൽ ജനാബത്ത്, ജനാബത്തിന്റെ കുളിക്ക് നീയത്ത് നിർബന്ധമുള്ളതുപോലെ ഈ കുളിക്കും നിർബന്ധമാണെന്ന് അസഹിന്റെ മുക്കാബല പറയുന്നു. അപ്പൊ കുളി സഹിഹാകാൻ നീയത്ത് ഷർത്തില്ല. കാരണം ഈ പറയപ്പെട്ട ശുദ്ധീകരണം എന്നുള്ളത് ലഭിക്കാൻ നീയത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ്. നീയത്ത് ചെയ്യുമ്പോൾ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഫയൻവി ഇന്ദ ഇഫാദത്തിൽ മാഇൽ ഖറാഹി, അപ്പോ
ശുദ്ധമായ വെള്ളം, അല്പം കൽപ്പുരം ചേർത്ത് വെള്ളം ചൊരിക്കുന്ന സമയമുണ്ട്. ആ സമയത്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്. എന്താ കരുതേണ്ടത്? അൽ ഗസ്ലൽ വാജിബ, നിർബന്ധമായ കുളിയെ, ഔ ഗസ്ലൽ മയ്യിത്തി, അല്ലെങ്കിൽ മയ്യത്തിന്റെ കുളിയെ, അങ്ങനെയൊക്കെ കരുതണം. അപ്പൊ നിർബന്ധമില്ലെങ്കിലും വയംബഗി നദ്ബു നിയ്യത്തിൽ ഗുസ്ലി, കുളിയുടെ നീയത്ത് സുന്നത്താവൽ അത്യാവശ്യമാണ്. ഖുറൂജ മിനൽ ഖിലാഫി, നിർബന്ധമാണെന്ന എതിർ വീക്ഷണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി. വ കൈഫിയത്തുഹ, നീയത്തിന്റെ രൂപം, അൻ യൻവിയ, കുളിപ്പിക്കുന്ന ആൾ കരുതലാണ്, നഹവ അദാഇൽ ഗസ്ലി അന്നു, മയ്യത്തിനെ തൊട്ട് കുളിയെ വീട്ടുന്നു, അവിസ്തിബാഹത്ത സ്വലാത്തി അലൈഹി, അല്ലെങ്കിൽ മയ്യത്തിന്റെ മേൽ നിസ്കാരത്തെ ഹലാലാക്കലിനെ ഞാൻ കരുതി, എന്നിങ്ങനെ ഉള്ള നീയത്താണ് ചെയ്യേണ്ടത്. തുഹഫ 399, ജമല് 143, മഹല്ലി 1322, ബുസ്റൽ കരീം 2390. തീരെ കുളിപ്പിക്കാൻ കഴിയാത്ത മയ്യത്തിനെ തയമ്മം ചെയ്യുന്ന വേളയിലോ, അതല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോൾ തന്നെ തയമ്മം കൂടി ആവശ്യമായി വരുന്ന ഘട്ടത്തിലോ, ഈ തയമ്മുമിന് നിയ്യത്ത് ചെയ്തു കൊടുക്കുന്നതിൻ്റെ വിധിയും ഇപ്രകാരം തന്നെ നിർബന്ധം ഇല്ല എന്നാണ്. ഉൻളുർ ഹുക്മ നിയ്യത്തി തയമ്മുമിഹി, മയ്യത്തിന് തയമ്മം ചെയ്യുമ്പോൾ നിയ്യത്തിന്റെ ഹുക്മ്. വജസമ ഹജർ ബി അദമി ഉജൂബി നിയ്യത്തി, ഇബ്നു ഹജർ തങ്ങൾ ജസ്മ് ചെയ്തു പറഞ്ഞിരിക്കുന്നു, നിയ്യത്ത് നിർബന്ധം ഇല്ല. ജമല് 2143. ജനാബത്തുള്ളവരോ ഹൈലുള്ളവളോ ഒക്കെ ആയവർക്ക്, അല്ലെങ്കിൽ നിഫാസുള്ളവർക്കൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല. കുളിപ്പിക്കുന്ന ആളുകൾക്ക് ജനാബത്തുണ്ടായാലോ ഹൈലോ നിഫസാ ഒക്കെ ആയാലോ അതിനൊന്നും കുഴപ്പമില്ല. വയഗ്സിലുൽ ജുനുബു വൽ ഹായിളു വമിസ്ലുഹുമൻ നുഫസാഉ അൽ മയ്യിത്ത ബിലാ കറാഹത്തിൻ, ജനാബത്തുള്ളവർക്കും ഹൈദ് നിഫാസുള്ളവർക്കും മയ്യത്തിനെ കുളിപ്പിക്കാം, അത് കറാഹത്തില്ല. ലി അന്നഹുമാ താഹിറാനി, കാരണം ഇവരൊക്കെ ശുദ്ധിയുള്ളവരാണല്ലോ. വഫീഹി തദ്ഈഫുൻ ലിമാ ഖാലഹുൽ മഹാമിലി മിൻ ഹുർമത്തി ഹുദൂദിഹിമാ ഇൻദൽ മുഹ്തദിർ, ഹായിദ് നുഫസാ ഇവരൊക്കെ മയ്യത്തിൻ്റെ അടുക്കൽ, മരണാസന്നൻ്റെ അരികിൽ ഹാജറാവൽ ഹറാമാണ് എന്ന ഒരു വീക്ഷണം ഇമാം മഹാമിലി നടത്തിയിട്ടുണ്ട്. ആ പറഞ്ഞത് ലഈഫാണെന്ന് ഇപ്പറഞ്ഞതിൽ വരുന്നുണ്ട്. കാരണം മുഹ്തദിറിൻ്റെ അവിടെ ഇവർ ഹാജറാകരുത്, അത് ഹറാമാണെന്ന് ഇമാം മഹാമിലി പറഞ്ഞ കാരണം റഹ്മത്തിൻ്റെ മലായിക്കത്തിനെ ഇവർ തടയുന്നു എന്നുള്ളതാണ്. അതേ കാരണം കുളിപ്പിക്കുമ്പോഴും റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ആവശ്യമാണല്ലോ. അവിടെ ഈ കറാഹത്ത് ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ നിഷിദ്ധത ഇല്ലെങ്കിൽ, അപ്പോൾ പിന്നെ രണ്ടും തുല്യമാണല്ലോ ഈ വിഷയത്തിൽ. അപ്പം അതുകൊണ്ട് മഹാമിലി ആ പറഞ്ഞത് ലഈഫാണ്. അവർക്ക് മരണ സമയത്തും അവിടെ ഹാജറാവാം, ഹറാമോ കറാഹത്തോ ഇല്ല, കുളിപ്പിക്കുകയും ചെയ്യാം, ഹറാമോ കറാഹത്തോ ഇല്ല. എന്നാലും ഇത്തരം ചില സാഹചര്യങ്ങളിൽ ഇക്കാര്യങ്ങൾ നിർവഹിക്കാനൊക്കെ, മരണാസന്നനായ ആൾക്ക് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനോ മയ്യത്ത് കുളിപ്പിക്കാനോ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാറി നിൽക്കൽ തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് ഇമാം മഹാമിലി പോലെയുള്ളവർ ഹറാമാണെന്ന് പറഞ്ഞിരിക്കെ അത് ശ്രദ്ധിക്കേണ്ടതാണ്.
തുഹ്ഫ 3184. വൈദാ മാത്ത ഹായിലോ നുഫസാഓ മരിച്ചു, അതല്ലെങ്കിൽ ഒരു ജനാപത്തുള്ള ആള് ജനാപത്ത് നീങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് മരിച്ചു എങ്കിൽ ഗുസ്ലൻ ഫഖത്ത്, ഒറ്റ കുളിപ്പിക്കലേ വേണ്ടൂലിൽ മൗത്തി, മരിച്ചതിൻ്റെ പേരിലുള്ള കുളി മാത്രം. ലിന്ദിത്തായി മാ അലൈഹിമ ബിൽ മൗത്തി, മരണത്തോടുകൂടെ അവരുടെ മേൽ നിർബന്ധമായ ആ കുളി, നിർബന്ധമായി വരുന്ന കുളി അത് മുറിഞ്ഞുപോയി. ജനാപത്താണെങ്കിലും ഹൈദ് നിഫാസിന്റെ പേരിൽ വരുന്ന കാര്യമാണെങ്കിലൊക്കെ മരണത്തോടു കൂടെ അത് മുറിഞ്ഞു. അതുകൊണ്ട് ഒറ്റ കുളിപ്പിക്കലേ വേണ്ടതുള്ളൂ. തുഹ്ഫ 3184. കയ്യിൽ ചുറ്റാനുള്ള ശീലക്കഷ്ണങ്ങൾ, കൈ ഉറയായാലും മതി, 3-4 എണ്ണം ഒരുക്കി വെക്കുക. അതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ സോപ്പ് കലക്കി വെക്കുക. ഇതൊക്കെ കുളിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായി ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. വലിയ ഒരു തുണി ചുറ്റാൻ പറ്റിയത് ഒന്ന് അങ്ങനെ, ചെറുത് 2 അങ്ങനെ ഒക്കെ ആവാം. ആവശ്യത്തിന് കരുതി വെക്കുക. വയുഇദ്ദുൽ ഗാസിലു ഖബിലൽ ഗുസ്ലി ഖിർഖത്തൈനി നദീഫത്തൈനി, കുളിപ്പിക്കുന്നവൻ കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പായി തയ്യാറാക്കി വെക്കണം ശുദ്ധമായ 2 കഷ്ണം തുണിയെ. അഹദുഹുമാലി സൗഅത്തൈനി, 2-ൽ 1 2 ഔറത്തിൻ്റെ ഭാഗത്തേക്കുള്ളതാണ്, മുൻദ്വാരം പിൻദ്വാരം. വൽ ഉഖ്റാലി ബാക്കിൽ ബദനി, മറ്റേ കഷ്ണം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ളതാണ്. അപ്പോൾ 2 എന്നാണ് അസ്നൽ മത്താലിബ് 300-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കി വെക്കുക. ഒരു 4 ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം മൂക്കിൽ നിന്ന് അസണ്ടകൾ നീക്കാൻ കയ്യിൻ്റെ വിരലുമേലൊക്കെ ചുറ്റേണ്ടി വരും. അതിനനുസരിച്ച് വയുജിലിസുൽഹുൽ ഗാസിലു, ഇനി മയ്യത്തിനെ കട്ടിൽ ഇരുത്തുക. കുളിപ്പിക്കുന്ന ആള് ഈ മയ്യത്തിനെ ഇരുത്തണം ബിദിഫ്ഖിൻ, മയത്തോടുകൂടെ, അലൽ മുക്തസലിൽ മുർത്തഫഇ, ഉയർന്ന ഒരു കുളിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെ മേൽ, മായിലൻ ഖലീലൻ, അല്പം ചരിച്ചുകൊണ്ട് ചായ്ച്ചുകൊണ്ട്. ഇരുത്തുക എന്ന് പറയുമ്പോൾ കുത്തി ഇരുത്തലല്ല, പിറകോട്ട് അല്പം ചായ്ച്ചുകൊണ്ട്. ലിയസ്ഹുല ഖുറൂജു മാ ഫീ ബത്നിഹി, വയറിലുള്ളത് പുറത്തേക്ക് പോരൽ എളുപ്പമാകാൻ വേണ്ടി. മായിലൻ ഖലീലൻ ഇലാ വറാഇഹി, പിന്നിലേക്ക് ഒരല്പം ചായ്ച്ചുകൊണ്ട് ഇരുത്തുക. ഇജ്ലാസൻ റഫീഖൻ, വളരെ മൃദുലമായ രീതിയിലുള്ള ഒരു ഇരുത്തലാണ് ഇരുത്തേണ്ടത്. ലി അന്നഇത്തിദാലഹു, അയൽ ജുലൂസ ബിലാ മൈലിൻ അവിസ്തിൽഖാഇൻ, പിന്നിലേക്ക് പിറകോട്ട് ചായ്ക്കാതെ ചരിക്കാതെയുള്ള ആ ഇരുത്തം, അതല്ലെങ്കിൽ മലർത്തിക്കടത്തൽ. അത് കത് യഹ്ബിസു മാ യഖ്റുജു മിന്നു, മയ്യത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതിനെ തടഞ്ഞു വെക്കും. അപ്പം അത് ഒഴിവാക്കാനാണ് അല്പം കുത്തി നേരെ ഇരുത്താതെ അല്പം ചരിച്ച് പിറകോട്ട് ചായ്ച്ചു കൊണ്ടുള്ള ഇരുത്തം വേണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇരുത്തേണ്ടത്. വയളഉ യമീനഹു അലാ കത്തിഫൈഹി, ഈ കുളിപ്പിക്കുന്ന ആളുടെ വലതു കയ്യിനെ വെക്കണം അലാ കത്തിഫൈഹി എന്ന് പറഞ്ഞാൽ ബൈന കത്തിഫൈഹി, 2 പെരടിക്കിടയിൽ. വൈബ്ഹാമഹു, ഓൻ്റെ തള്ളവിരലിനെ അവൻ വെക്കണം ഫീ നുഖ്റത്തി ഖഫാഹു മുഅഖരി ഉനുഖിഹി, പെരടിയുടെ പിൻഭാഗത്തുള്ള കുഴിയിൽ.
ലി അല്ലാ യമീല റസുഹു അവൻ്റെ തല പിറകോട്ട് വീഴാതിരിക്കാൻ വേണ്ടി. ലി അല്ലാ യത്തമായല ആ തല പിറകോട്ട് ചാഞ്ഞു കിടക്കുള്ളൂ. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പെരടിയിലുള്ള കുഴിയിൽ തള്ളവിരലിനെ വെക്കുന്നത്. അതോടൊപ്പം പെരടികൾക്കിടയിൽ കൈ വെക്കും ചെയ്യാം. വയുസിനിദ ലഹ്റഹു ഇലാ റുകുബതൈഹിൽ യുംന മയ്യത്തിൻ്റെ മുതുകിനെ കുളിപ്പിക്കുന്ന ആളുടെ വലതു മുട്ടുകൊള്ള ചരിച്ച് കിടത്തണം. മുട്ടിലേക്ക് ഇങ്ങനെ ചേർത്തി വെക്കണം. ലി അല്ലാ യസ്കുത്ത അവൻ വീഴാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇലാ റുക്കുബത്തിഹിൽ യുംന അവൻ്റെ വലത് മുട്ടിലേക്ക് അവൻ്റെ മുതുകിനെ ചേർത്തി വെക്കണം. ലി അല്ലാ യസ്കുത്ത അവൻ വീഴാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെയാണ് അവനെ ഈ ഇരുത്തണം എന്ന് പറയുന്നത്. എന്നിട്ട് യുമിറു യദഹുൽ യുസ്ര കുളിപ്പിക്കുന്ന ആള് അവൻ്റെ വലതു കൈയിനെ നടത്തണം. അല ബത്തിനിഹി മയ്യത്തിൻ്റെ വയറിൻ്റെ മേൽ നടത്തണം. ഇമ്രാറൻ ബലീഗൻ ശക്തമായ നടത്തൽ എന്ന് പറഞ്ഞാൽ ബി ഖുവത്തിൻ ഗൈരി ശദീദത്തിൻ ശക്തമല്ലാത്ത കഠിനമല്ലാത്ത ശക്തിയോടുകൂടെ. അല്പം ശക്തി വേണം എന്നാൽ കഠിനമാകരുത് എന്ന് പറഞ്ഞാൽ മുഖറൽ മറത്തി ബഅദൽ മറത്തി മഅ നൗഇ തആമുലിൻ യസീരി തആമുലിൻ നേരിയ ഒരു അമർത്തലോടുകൂടെ ആവർത്തനങ്ങൾ പല ആവർത്തി മയ്യത്തിൻ്റെ വയറിൻ്റെ മേൽ ഇവൻ്റെ ഇടതു കയ്യിനെങ്ങനെ നടത്തുക. ലാ മഅ ശിദ്ദത്തിഹി ശക്തമായ രീതിയിലുള്ള അമർത്തലല്ല, നേരിയ ഒരു അമർത്തലും അതോടൊപ്പം ഈ കയ്യിനെ നടത്തൽ പല ആവർത്തി നടത്തുക. ഇതാണ് ഇമ്രാറൻ ബലീഗൻ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. ലിഅന്ന ഇഹ്തിറാമൽ മയ്യിത്തി വാജിബുൻ ശക്തമായി അമർത്തരുത് എന്ന് പറയാൻ കാരണം മയ്യത്തിൻ്റെ ആദരവ് പാലിക്കൽ അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. ഇങ്ങനെ കയ്യിനെ പല ആവർത്തി അല്പം അമർത്തി നടത്തുന്നതിൽ യഖ്റുജ മാ ഫീഹി മയ്യത്തിൻ്റെ ഉള്ളിലുള്ളത് പുറപ്പെടാൻ വേണ്ടിയാണ്. മെൻ ഫളലാത്തി അവശിഷ്ടങ്ങൾ. ഖശിയത്തം മിൻ ഖുറൂജിഹി ബഅദൽ ഗസ്ലി കുളിക്ക് ശേഷം അത് പുറപ്പെടലിനെ പേടിച്ചതിന് വേണ്ടി. ഔ ബഅദ തക്ഫീനി അതല്ലെങ്കിൽ കഫൻ ചെയ്ത ശേഷം. ഫയുഫ്സിദു ബദനഹു ഔ കഫനഹു അപ്പോൾ അത് അവൻ്റെ ശരീരത്തെയോ കഫനെയൊക്കെ നാശത്തിലാക്കുമല്ലോ. ഹാദ അവ്വലു മാ യഫ്അലുൽ ഗാസിലു ഇദാ വദഅഹു അലൽ മുഗ്തസലി മയ്യത്ത് കുളിപ്പിക്കുന്ന ആ സ്ഥലത്തിൻ്റെ മേല് മയ്യത്തിനെ വെച്ചാൽ കുളിപ്പിക്കുന്ന ആ വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഇക്കാര്യമാണ്. മയ്യത്തിൻ്റെ വയറിലുള്ള അശണ്ടകളെ നീക്കാൻ വേണ്ടിയുള്ള ഈ പ്രവർത്തനമാണ് ആദ്യമായി ചെയ്യേണ്ടത്. വൽയഅ്തനിൽ മുഈനു മിൻ ഹീനിൽ മസ്ഹി മസ്ഹിൽ ബത്നി ഈ വയറിനെ തടയുന്ന സമയം മുതൽ തന്നെ സഹായിക്കാനുള്ള വ്യക്തി ഉണ്ടല്ലോ അവിടെ സഹായി, അവൻ ഗൗനിക്കണം. ബി കസ്റത്തി സബ്ബിൽ മായി വെള്ളത്തെ ചൊരിക്കലിനെ അധികരിപ്പിച്ചുകൊണ്ട് അവൻ ഗൗനിക്കണം. അപ്പോൾ നന്നായി വെള്ളം ചൊരിക്കണ കാര്യം ഓൻ ശ്രദ്ധിക്കണം സഹായി. ഇദ്ഹാബല്ലി ഐനിൽ ഖാരിജി വ റീഹിഹി മ അംകന ആ പുറത്തേക്ക് വരുന്ന ആ തടിയെയും അതിൻ്റെ വാസനയെയും പരമാവധി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, പോക്കിക്കളയാൻ വേണ്ടി. വൽയതഅഹദ് മസ്അ ബത്നിഹി കുല്ല മറത്തിൻ അർഫഖ മിമ്മ ഖബ്ലഹ ഓരോ വട്ടവും വയറ് തടയുമ്പോൾ തൊട്ടു മുമ്പുള്ളതിനേക്കാണ് മൃദുലമായ നിലയിൽ, മയമായ നിലയിൽ രണ്ടാം വട്ടത്തെ തടയൽ ചെയ്യണം.
ആദ്യത്തേതിനേക്കാൾ കടുപ്പം രണ്ടാം വട്ടമല്ല, ആദ്യത്തേതിനേക്കാൾ കടുപ്പം കുറച്ച് രണ്ടാം വട്ടം. അങ്ങനെ ഓരോ വട്ടം തടയുമ്പോഴും അല്പാൽപ്പം ശക്തി കുറച്ച്, എന്ന് പറഞ്ഞാൽ ശക്തി വല്ലാതെ കൂട്ടരുത് നേരത്തെ പറഞ്ഞു. അല്പം ശക്തിയോടുകൂടെയാണെങ്കിൽ തന്നെയും ആ ശക്തിയും കൂടി ഒഴിവാക്കി കുറച്ച് കുറച്ച് കുറച്ചങ്ങനെ ചെയ്യുകയാണ് ഓരോ പ്രാവശ്യവും വേണ്ടത്. ഫലോ ഖറജ ബഅദൽ ഗുസ്ലി നജാസത്തുൻ കഫാഹു ഗസ്ലുഹ. കുളിപ്പിച്ച ശേഷം നജസ് പുറപ്പെടുകയാണെങ്കിൽ അതിനെ കഴുകിയാൽ മാത്രം മതി, വേറെ കുളിയെ മടക്കേണ്ട ആവശ്യം ഇല്ല. റൗളു താലിബ് 1/246, നജ്മുൽ വഹാജ് 3/18, ഫത്ഹുൽ അല്ലാം, തർശീഹ്, തുഹ്ഫ ഷർവാനി സഹിതം അവയിലൊക്കെ ഈ കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. തുഹ്ഫ 3/101. മയ്യത്തിനെ കുളിപ്പിക്കുന്നവരുടെ എണ്ണം എത്ര പേര് വേണം? വയുസ്തഹബ്ബു അൻ യകൂന അദദുഹും വഅദദുൽ ഗാസിലീന സലാസതൻ ഫഅക്സറ ബിഹസ്ബിൽ ഹാജത്തി. മറവ് ചെയ്യുന്നവരുടെ എണ്ണവും കുളിപ്പിക്കുന്നവരുടെ എണ്ണവും 3 അതല്ലെങ്കിൽ 3-ൽ കൂടുതൽ ആവുക, ബിഹസ്ബിൽ ഹാജത്തി ആവശ്യത്തിൻ്റെ തോതനുസരിച്ചുകൊണ്ട്. ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഫലവിന്തഹത്തിൽ ഹാജത്തു ബിസ്നൈനി, 2 ആളെ കൊണ്ട് ആവശ്യം മതിയായി കഴിഞ്ഞാൽ, മസലൻ ഉദാഹരണം 2 ആളെ കൊണ്ട് ആവശ്യം മതിയായാൽ സീദ സാലിസുൻ, 3-മതൊരാളെ അധികമാക്കപ്പെടണം. മുറാഅത്തലിൽ വിത്തിരിയത്തി, ഒറ്റയായിരിക്കലിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിപ്പിക്കുന്ന ആളുകൾ 3 ആവുക, അതുപോലെ മറവ് ചെയ്യുന്നവരും. വയക്കൂനൂന വിത്രൻ നദുബൻ, മറവ് ചെയ്യുന്നവരും ഒറ്റയാവൽ സുന്നത്താണ്. ഒറ്റയാണ് വേണ്ടത്. 2 ആളെ കൊണ്ട് മതിയായാൽ 3-മതൊരാൾ, 3 ആൾ പോരാ 4 ആളാണെങ്കിൽ ആവശ്യമായി വരുന്നതെങ്കിൽ ഒരാളെയും കൂട്ടി 5 ആളാക്കുക. ഈ നിലക്കാണ് ചെയ്യേണ്ടത്. തുഹ്ഫ ഷർവാനി സഹിതം 3/170, 171. ഇനി വയറൊക്കെ നല്ലോണം ഒഴിഞ്ഞ ശേഷം സുമ്മ യുൽജിഉഹു മുസ്തൽഖിയൻ അലാ ഖഫാഹു, മയ്യത്തിനെ അവൻ്റെ പെരടിയുടെ മേൽ മലർത്തി കിടത്തുക. എന്നിട്ട് വയഗ്സിലു ഖുബ്ലഹു വദുബുറഹു, കുളിപ്പിക്കുന്നവൻ ഇവൻ്റെ മുന്തുവാരത്തെയും പിന്തുവാരത്തെയും കഴുകണം. ബിയസാരിഹി, അവൻ്റെ വലത് കൈ കൊണ്ട് കഴുകണം. വ അലൈഹ ഖിർഖത്തുൻ മൽഫൂഫത്തുൻ, അവൻ്റെ കൈയിൻ്റെ മേൽ പൊതിയപ്പെട്ട തുണി വേണം. കയ്യിൻ്റെ മേൽ ഒരു തുണി പൊതിയണം, തുണി കഷ്ണം കൊണ്ട് കയ്യിനെ ചുറ്റണം. കമായസ്തഞ്ചിൽ ഹയ്യു, ജീവനുള്ള ഒരാൾ മനോരം ചെയ്യും പോലെ തന്നെ ഇവനക്ക് മനോരം ചെയ്തു കൊടുക്കണം. സുമ്മ യുൽഖിഹ, പിന്നെ ആ തുണിക്കഷ്ണത്തെ കയ്യിൽ നിന്ന് താഴേക്കിടണം. വയഗ്സിലു യദഹു, എന്നിട്ട് കൈ കഴുകണം. ബിമാഇൻ വനഹവി ഉസ്നാനിൻ ഇൻ തലവ്വസ, കയ്യുമ നജസോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ വെള്ളവും അതുപോലെ ഈ വാഗപ്പൊടി പോലെയുള്ള സാബൂന് പോലെയുള്ള സോപ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൈ കഴുകി വൃത്തിയാക്കണം. വലഫുൽ ഖിർഖത്തി വാജിബുൻ ലിഹുർമത്തി മസ്സി ശൈഇ മിൻ ഔറത്തിഹി, ഇവിടെ മുന്തുവാരമോ പിന്തുവാരമോ കഴുകലാണല്ലോ. അപ്പോൾ ഔറത്തിൽ നിന്ന് അല്പം തൊടൽ ഹറാമായതുകൊണ്ട് അവിടെ തുണി ചുറ്റൽ, കയ്യുമേൽ ചുറ്റൽ നിർബന്ധമാണ്. ഹത്താ ബിൻ നിസ്ബത്തിലെ അഹദി സൗജൈനി, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഒരാളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വരെ. ബിഖിലാഫി നദിരി അഹദിഹിമ വലൗലിൽ ഔറത്തി, ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾക്ക് മറ്റാളുടെ ഔറത്ത് നോക്കുന്നതിന് വിരോധമില്ല. ലി അന്നഹു അഖഫു, അത് കുറച്ചും കൂടി നേർമയായ നേരിയ വിഷയമാണ്.
തുടൽ അങ്ങനെയല്ല. തുഹ്ഫ 3:101. ഭാര്യ ഭർത്താക്കന്മാര് ആവുമ്പോൾ ഔറത്തിൻ്റെ ഭാഗം തൊടുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് ഔറത്തിൻ്റെ ഭാഗം ആണെങ്കിൽ വികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്പർശനം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പാടില്ല. അവിടെ ഷഹ്വത്തോടുകൂടെ ആണെങ്കിലും അല്ലെങ്കിലും കയ്യിലൊന്നും ചുറ്റാതെ പാടില്ല. ഇമാം റംലി തങ്ങൾ പറയുന്നത് ഷഹ്വത്തില്ലാതെയാണെങ്കിൽ അവിടെ തുണിയൊന്നും ചുറ്റാതെ തന്നെ സ്പർശിക്കുന്നതിന് ഭാര്യ ഭർത്താക്കന്മാർക്ക് വിരോധമില്ല. പക്ഷെ ഷഹ്വത്തോടു കൂടെ പാടില്ല. വയഗ്സിലു ബി ഖിർഖത്തിൻ മൽഫൂഫത്തിൻ അലാ യസാരിഹി വുജൂബൻ ഫി ഗൈരി സൗജൈനി. റംലി ഇമാം പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തുമ്പോൾ ഔറത്തിൻ്റെ ഭാഗം കഴുകണ സമയത്ത് നിർബന്ധമായും കയ്യുമേൽ തുണി ചുറ്റണം. വഇബാറത്തു ഹജർ വ ലഫുൽ ഖിർഖത്തി വാജിബുൻ ഹത്താ ബിന്നിസ്ബത്തി ലിഅഹദി സൗജൈനി. ഇബ്നു ഹജർ തങ്ങളുടെ ഉദ്ധരണി ഇപ്പോൾ വായിച്ചല്ലോ. ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് ചേർത്തി നോക്കിയിട്ടാണെങ്കിൽ പോലും വലഫുൽ ഖിർഖത്തി വാജിബുൻ ഹത്താ ബിന്നിസ്ബത്തി ലിഅഹദി സൗജൈനി. ഇബ്നു ഹജർ തങ്ങളുടെ ഇബാറത്തുള്ളത് ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മറ്റവരെ സ്പർശിക്കുകയാണെങ്കിലും തുണിച്ചുറ്റൽ ഔറത്തിൻ്റെ ഭാഗത്ത് സ്പർശിക്കുമ്പോൾ തുണിച്ചുറ്റൽ നിർബന്ധമാണ് എന്നാണ്. വയുഹ്മലു ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതിനെ ചുമത്തപ്പെടണം അലാമ ഇദാ ഖശിയൽ ഫിത്നയെ ഭയപ്പെടുമ്പോൾ എന്ന് വെക്കണം. വ കലാമു മുഹമ്മദ് റംലി അലാമ ഇദാ അമീനഹ. ഇമാം റംലി തങ്ങൾ ചുറ്റേണ്ടതില്ല എന്ന് പറഞ്ഞത് ഫിത്നയെ ഭയപ്പെടാത്തപ്പോഴാണ്. ഫലാ മുഖാലഫത്ത്. അങ്ങനെ വരുമ്പോൾ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. സൗബരി. അപ്പോൾ വലഫുൽ ഇബ്നു ഹജർ തങ്ങളുടെ ഇബാറത്തുള്ളത് വലഫുൽ ഖിർഖത്തി വാജിബുൽ ഹിർമത്തി മസ്സി ഷൈഇൻ മിൻ ഔറത്തിഹി ബിലാ ഹായിൽ. മറ കൂടാതെ ഔറത്തിൽ നിന്ന് ഒന്നിനെ തൊടല് ഹറാമായതുകൊണ്ട് ചുറ്റൽ നിർബന്ധമാണ്. അങ്ങനെയും പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇബ്നു ഹജർ തങ്ങളും റംലി ഇമാമും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ രീതിയിൽ ഹംല് ചെയ്തവരും ഉണ്ട്. ജമല് 2:145 നോക്കിയാൽ ആ ഒരു വിശദീകരണം കാണാൻ കഴിയും. ഇബാറത്തു ഷർഹിൽ ബഹിജത്തി ലാഹിറത്തുൻ. ഷർഹുൽ ബഹജന്റെ ഇബാറത്ത് ലാഹിറത്താണ്. ഫി ജവാസി മസ്സി അഹദി സൗജൈനി ഔറത്തൽ ആഖരി ബിലാ ഷഹവത്തിൻ. ഭാര്യ ഭർത്താക്കളിൽ ഒരാൾ മറ്റവരുടെ ഔറത്തിനെ ഷഹവത്ത് കൂടാതെ തൊടൽ ജായിസാണെന്ന വിഷയത്തിൽ വളരെ വ്യക്തമാണ്. വാഫഖഹു മുഹമ്മദ് റംലി. ഇതിനോട് ഇമാം മുഹമ്മദ് റംലി തങ്ങൾ യോജിക്കുകയും ചെയ്യുന്നു. ഷർവാനി 3:100. വയലുഫുഹ നദ്ബൻ ബിൽ ഗസ്ലി. ഇനി തർശീഹ് തുണി ചുറ്റുന്നതുമായി ബന്ധപ്പെട്ട് തർശീഹിൽ കാണാൻ കഴിയും. സുമ്മ യുൽജിഉഹു ലിഖഫാഹു വഗസല സൗഅതൈഹി വന്നജാസത. അവനെ പെരടിൻ്റെ മേൽ ചെരിച്ചു കിടത്തി അവൻ്റെ രണ്ട് ഔറത്തിനെയും നജസിനെയൊക്കെ കഴുകണം. കമായസ്തഞ്ചിൽ ഹയ്യു. ജീവനുള്ള ഒരാൾ മനോരം ചെയ്യും പോലെ.
ലാക്കിൻ യജിബു കൗനുഹു ബി ഖിർഖത്തിൻ യലുഫുഹു അലാ യദിഹിൽ യുസ്റാ ഫി ഖസ്രി സൗഅത്തൈൻ. ഔറത്തിൻ്റെ ഭാഗങ്ങൾ കഴുകുന്ന സമയത്ത് ഇടതുഭാഗത്തിൻ്റെ മേൽ ഈ തുണി ചുറ്റണം, അത് നിർബന്ധമാണ്. വനദ്ബം ഫി ഖസ്രി നജാസത്തി ബി ഗൈരിഹിമ, ഔറത്തിൻ്റെ ഭാഗമല്ലാത്ത ഭാഗത്തുള്ള നജസ് കഴുകുമ്പോൾ ഇത് സുന്നത്തുമാണ്. വയലുഫ് സാനിയത്തൻ, രണ്ടാമത്തെ ഒരു തുണി കഷ്ണവും ചുറ്റണം. ലി ഖസ്രി സായിരിൽ ബദനി, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ കഴുകാൻ വേണ്ടി. സുമ്മ ആദ ഖിർഖത്തൻ ഉഖറ, പിന്നെ മൂന്നാമതൊരു കഷ്ണം തുണി കഷ്ണത്തെ അവൻ എടുക്കണം. ഹാദിഹി ഖിർഖത്തുൻ സാലിസത്തുൻ നളീഫത്തുൻ, ഇത് മൂന്നാമത്തെ ശുദ്ധിയുള്ള തുണി കഷ്ണമാണ്. എന്നിട്ട് വലഫഹാല യദിഹിൽ യുസ്റ, ഇടത് കൈയിൻ്റെ മേൽ അതിനെ ചുറ്റാലി യുസവ്വിക്കഹു, മിസ്വാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ബി സബ്ബാബത്തിഹ, ഓൻ്റെ ചൂണ്ടാൻ വിരൽ കൊണ്ട് മബലൂലത്തൻ ബിൽമായി, വെള്ളം കൊണ്ട് നനച്ചിട്ട് അങ്ങനെ വേണം. വലായുഫ്തഹു അസ്നാനഹു, ഓൻ്റെ പല്ലുകളെ, വലാ യഫ്തഹു അസ്നാനഹു, ഓൻ്റെ പല്ലുകളെ തുറക്കരുത്. കാരണം യസ്ബഖുൽ മാഉ ഇലാ ബത്തനിഹി, ഉള്ളിലേക്ക് വെള്ളം പെട്ടെന്ന് യാദൃശികമായിട്ട് എന്നല്ല, പെട്ടെന്ന് പൊടുന്നനെ പോകും. ഫയുസിരിഉ ഫസാദുഹു, അല്ലെങ്കിൽ ഫയസ്റഉ ഫസാദുഹു, ഓൻ്റെ നാശം വേഗത്തിലാകും. സുമ്മ യുനല്ലിഫു അംഫഹു, പിന്നെ മിസ്വാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം മൂക്കിനെ ശുദ്ധി ആക്കി കൊടുക്കണം. ബി ഖിർഖത്തിൻ ഉഖറ അലാ ഖിൻസരിഹി, അവൻ്റെ ചെറുവിരലിൻ്റെ മേൽ വേറെ ഒരു തുണി കഷ്ണം ചുറ്റിയിട്ട്, അത് നാലാമത്തെ തുണി കഷ്ണം. എന്നിട്ട് യുഖ്രിജു ബിഹ മാഫി അംഫിഹി, ആ ചുറ്റിയ തുണിക്കഷ്ണം കൊണ്ട്, ചുറ്റിയ ചെറുവിരൽ കൊണ്ട് മൂക്കിലുള്ള അശണ്ടകളൊക്കെ പുറത്തേക്ക് കളയണം. അപ്പം 4 കഷ്ണം ആകെ ചുറ്റാനുള്ള തുണി വേണം എന്നാണ് ഇപ്പം ഈ പറഞ്ഞത്. തർശീഹ് 136, ഷറഹ് ബാഫദിൽ 2/104 ഇക്കാര്യങ്ങൾ പറയുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിക്കുന്നതിനെ സംബന്ധിച്ച് ഷെർവാനി 3:100-101 ഫതുഹുൽ അലാം 3:185 വിശദമായി പറഞ്ഞിട്ടുണ്ട്.